ഞാനിങ്ങനെ അത് എനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോ അതിൽ കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. കുറെ അല്ല, കുറച്ച് അനുഭവങ്ങൾ. പിന്നെ ഈ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്തതാണോ പറഞ്ഞ? അല്ല, ഈ കറണ്ട് പാസ്സാകുന്നു ശരീരത്തിലൂടെ, തുണിയൊക്കെ ഇടുമ്പോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു പറഞ്ഞേ. അപ്പൊ സാർ ഇത് എനിക്ക് ഡ്രസ് ഇടുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. അപ്പൊ ഞാനിത് നമ്മുടെ ശരീരത്തിൽ ഒരു കറണ്ട് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ടിക് 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 ഇങ്ങനെ ഒച്ച വെക്കും. ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോ നൂലുകളെ കൂടിച്ചേർന്നതിന്റെ അപ്പൊ അതിങ്ങനെ ഒരു ഒച്ച വെക്കും. അപ്പൊ ഞാന് മോനൊക്കെ വന്നിട്ട് നോക്കും. ഇത് മോനും ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞിന് ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങളൊരു ചെറിയ വീട്ടില്, കൊറോണ കഴിഞ്ഞൊരു ചെറിയ വീട്ടിൽ താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ്. ചെറിയ വീട്ടിൽ താമസം മാറ്റുന്ന സമയത്ത് മോനാണെങ്കില് ഇവൻ ആ സമയത്ത് തുടങ്ങി ഇവൻ ഞങ്ങൾ ഷോക്കടിപ്പിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ നിന്ന് ഇവന്റെ കയ്യിന്ന് ഇവനിങ്ങനെ, അതായത് എന്തേലും ഇങ്ങനെ ഒരു തുണിയിൽ വെച്ച് ഉറക്കി എന്തേലും ഒന്ന് എന്താണോ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ കറണ്ടിന്ന് അടിക്കില്ലേ, അങ്ങനെ ഞങ്ങൾക്ക് തരും. അതൊരു കളിയാണ്. നമുക്ക് അടിക്കും, അത് നന്നായിട്ട് അടിക്കും. നമ്മളിങ്ങനെ കൈ വലിക്കും, നമുക്ക് പേടിയാവും. അങ്ങനെ ചെറുതടിപ്പല്ല. ആയിരിക്കാം, നമുക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ലല്ലോ, അടിച്ചില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ പിൻവലിക്കും. അപ്പൊ എനിക്ക് ഇവൻ എന്നോട് ചോദിക്കും, ഞങ്ങളോട് ചോദിക്കും, ഇച്ചിരി തരട്ടെ കറണ്ട്. അപ്പൊ കുഞ്ഞല്ലേ, 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇച്ചിരി കറണ്ട് തരട്ടെ എന്ന് വെച്ചാൽ പോടാവൊന്നും വേണ്ട. പിന്നെ ഈ കുട്ടി ഈ ബെഡില് ഇങ്ങനെ കൈയിട്ട് വരച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് കൈയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പാർക്കായിരിക്കും. സ്പാർക്ക്, അതായത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഇങ്ങോട്ട് കൈ എടുക്കുമ്പോ ആ ഒരു അതായത് ഒരു റൗണ്ട് പോലെ അവിടുന്ന് ആ കൈ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഒരു റാ പോലെയല്ലേ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക. അതായത് ബെഡിലിരുന്നാൽ നമ്മുടെ കൈ ഇങ്ങനെ ഒരു റാ പോലെയല്ലേ വരും. അപ്പൊ ആ റാ ഇങ്ങനെ വരും, ഇങ്ങോട്ട് എടുത്തോ അങ്ങനെ വരും. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞാൻ ചെയ്ത് നോക്കുമ്പോ എനിക്കും ഉണ്ട് ഈ സംഗതി. പക്ഷെ എനിക്ക് കറണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുട്ടികളാവുമ്പോ എന്താ വെച്ചാല് മൈൻഡ് ഇല്ല, അവര് ആ ഒരു ശുദ്ധതയുണ്ട്. അപ്പൊ അവർക്ക് അത് സംയമം എന്ന് പറഞ്ഞൊരു വിദ്യയാണ്. അതെ, സംയമ വിദ്യ എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ അത് നമ്മൾ വളർന്ന് വലുതായി മനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നെ മനസ്സിനെ സൂക്ഷ്മമാക്കുന്ന യോഗ സാധനയൊക്കെ ചെയ്യുന്നവർക്ക് നേടുന്ന ഒരു സിദ്ധിയാണ്. അപ്പൊ മനസ്സില്ലാത്ത പോലെ തന്നെ അത്രയും സൂക്ഷ്മാവും, എവിടെ വേണമെങ്കിലും മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കാവുമ്പോ എന്താ വെച്ചാല് മനസ്സ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർ ആ നിലയിലാണ് ആൾറെഡി. അതപ്പോ അതാണ് നമ്മൾ കുട്ടികളെ ദൈവജ്ഞരാണെന്ന് പറയുന്നതിന്റെ മീനിങ്. അതേപോലെ മോനുള്ള ഒരു സ്വഭാവം എന്താണെന്നറിയോ, അവൻ ഈ നെഗറ്റിവിറ്റി ഉള്ളവരോട് സംസാരിക്കില്ല, കൂടില്ല. അവർക്ക് സെൻസ് ചെയ്യും. അപ്പൊ അവന് സെൻസ് ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ താമസം മാറ്റുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ചില ആൾക്കാരോട് ഈ കുട്ടി മിണ്ടില്ല, ഒട്ടും മിണ്ടില്ല. അതേപോലെ ആരോടെങ്കിലും മിണ്ടാതിരുന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അത് കണ്ടുപിടിച്ചു. അത് ഇപ്പോഴല്ല തുടങ്ങിയത്, അത് കൊച്ചിലെ തൊട്ട് അവന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ലാസ്റ്റിന് നമുക്ക് അറിയും ഇവരിങ്ങനെയാണെന്ന്. എനിക്ക് ആൾക്കാരെ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അതാണ് എനിക്ക്. ഞാൻ എല്ലാവരും കണ്ടാലും നല്ലതെന്ന് ചിന്തിക്കാൻ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ. എനിക്കങ്ങനെ ഒരു അത് നമ്മളങ്ങനെ ചെറുപ്പത്തിൽ ഉള്ള കഴിവാണ് ഇതൊക്കെ. അത് വളർന്നു വരുമ്പോ അത് ഡോർമെന്റ് ആയി പോയതാണ് നിങ്ങളിൽ. നിങ്ങൾക്ക് ആ ചെറുപ്പത്തിലെ ആ കഴിവ് ഉണ്ടായിരുന്നിരിക്കും, അല്ലാതെ. പക്ഷെ ഇപ്പൊ ഒരു കാര്യമുണ്ട് സാർ, ഇപ്പൊ എന്നോട് നെഗറ്റിവിറ്റി ഉള്ളവരടുക്കില്ല. എന്റെ കുടുംബത്തിൽ തന്നെ ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ 6 മക്കളാണ്, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഞാൻ പക്ഷെ എല്ലാവർക്കും ചെയ്യാനുള്ളതും കടമയും കാര്യങ്ങളും സ്നേഹമൊക്കെ എനിക്കാണ്, ആത്മാർത്ഥത കൂടുതൽ എനിക്കാണ്. പക്ഷെ ആരും എന്നോട് ഇങ്ങോട്ട് അടുത്ത് വരില്ല, അവരെല്ലാം ഇങ്ങനെ. അപ്പൊ പറ്റൂല്ലോ എനിക്കാണ്. അതൊരു സ്റ്റേജും കൂടി കഴിയാൻ, നിങ്ങളൊരു സ്റ്റേജും കൂടി കഴിഞ്ഞാണ്ടല്ലോ. ഇപ്പൊ നിങ്ങളൊരു ഷെല്ലിനകത്താണ്, അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചുറ്റും ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിൽ തട്ടിയിട്ട് എല്ലാവരും തെറിച്ചു പോകും.
അതുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഏകാന്തതയുടെ സമയമാണ് ഇപ്പോൾ. അതെ അതെ അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്കത് ഭയങ്കര അപ്പൊ ഞാനത് ഡിസ്ട്രാക്ഷൻ എൻജോയ് ഉണ്ടാവും. ആളുകൾക്ക് നമ്മളോട് അടുക്കാനല്ല, അടുക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു പറ്റില്ല. സ്റ്റേജ്. ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈ ഷെല്ല് ആ പൊട്ടും. ആ അടുത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ഷെല്ല് പൊട്ടി കഴിയുമ്പോൾ നിങ്ങളിൽ പോസിറ്റിവിറ്റി മാത്രം ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരും. സ്നേഹം മാത്രം, ആ കാരുണ്യം മാത്രം. മാത്രം. ആ ആ ആ സമയത്ത് ഈ ലോകം മുഴുവൻ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരും. ആ ആ ആ മനസ്സിലായില്ലേ? അത് അട്രാക്ട് ആ ചെയ്യും. ഇതിപ്പോ ഇടയ്ക്കുള്ളൊരു സ്റ്റേജ് ആണ് അല്ലേ? അത് ഇടയ്ക്കുള്ള സ്റ്റേജാണ്, ഓൺ ദ വേ. ആ അത് സ്വാഭാവികമാണ്. ഈ സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ കട്ട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആ ആ പക്ഷേ നമ്മൾ ഒരു സ്പിരിച്വലി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഷെല്ലിനകത്താണ്. അതായത് ഇപ്പോൾ ഒരു പുഴു പൂമ്പാറ്റയാവുന്നതിന് മുമ്പ് ആ കൊക്കൂണിനകത്ത് കിടക്കുമല്ലോ, അതേപോലെ ഉം, അത് ആ കൊക്കൂണിന് നമുക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നതാണ്, നമ്മളിൽ നിന്ന് അകറ്റുന്നതാണ്. അത് അതിന്റെ സംരക്ഷണത്തിന് അത് ആവശ്യമാണ്. അതേപോലെ പ്രകൃതി ഒരു കൊക്കൂണിനകത്താണ് നമ്മളെ. അതിൽ വന്നിട്ട് തട്ടിയിട്ട് എല്ലാവരും തെറിച്ചു പോകും. അപ്പൊ നമ്മളിലേക്ക് റിപ്പൽഷൻ എന്ന് പറയും. നമ്മളിലേക്ക് ആകർഷണീയതല്ല ഉണ്ടാവുക, നമ്മളെ അതെ അതെ വെറുക്കുകയാണ്, അതെ അല്ലെങ്കിൽ നമ്മളിലേക്ക് അടുക്കാൻ കഴിയാതിരിക്കാൻ. ആ ആ അടുത്തൊരു സ്റ്റേജിലാണ് ആ ഇത് പൊട്ടുക. അപ്പൊ ഒരു ശലഭമായിട്ട് നിങ്ങൾ ഉം മാറും. ആ സമയത്ത് ഈ ലോകം മുഴുവൻ നിങ്ങളിലേക്ക്. ഞാനിത് ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എനിക്ക് ഇത് തന്നെയാണ് പണി. പിന്നെ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ആ സാറ് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എങ്ങനെ ഇത് ഭാഗ്യവാനത് ഈ നമുക്കൊക്കെ എന്നാ ഇങ്ങനെ ആവാൻ പറ്റുക, ഇന്ന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടി. ഇത് കൊതിയാവും, ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇത് ആലോചിച്ച് എനിക്ക് സങ്കടം വരും. അപ്പൊ കണ്ണ് നിറയും എനിക്ക്. എങ്ങനെയാന്ന് വെച്ചാ ഞാൻ എന്താ ഇതിലേക്ക് പോവാത്ത, എനിക്ക് എന്താണ്, എനിക്ക് ആ ഒരു അവസ്ഥ എനിക്ക് ഏതവസ്ഥ കേന്ദ്രം ചെറിയാണ് നമ്മളുടെ ഉള്ളിലൊരു കേന്ദ്രം. നമ്മളിപ്പോ നമ്മളുടെ കേന്ദ്രത്തിലല്ല, ആ കേന്ദ്രത്തിൽ എത്തുന്നവരെ വലിയ അസ്വസ്ഥതയായിരിക്കും. ഇതല്ല ഒരു അസംതൃപ്തി പിന്തുടർന്നുകൊണ്ടേ. ഇതല്ല നമ്മൾ തേടുന്നത്. നമ്മളുടെ കേന്ദ്രം തേടുകയാണ്, ആത്മാവിനെ തേടുക. അത് ഈ വഴിക്ക് ഉള്ളിലേക്ക് തിരിയുന്ന എല്ലാവർക്കും ഉണ്ടാവണ ഒരു ഭീകരമായ അവസ്ഥയാണ്. എന്താ വെച്ചാല് നമ്മള് സാധാരണ നിലയിൽ നിന്ന് അതിലൊന്നും തൃപ്തി ആവില്ല, എന്നാ വേണ്ടത് കിട്ടിയിട്ടില്ല. ഒരു സാധാരണ ആൾക്ക് സാധാരണ കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തി പോലും ഇങ്ങനെയുള്ള ആളുകൾക്ക് വിധിക്കപ്പെട്ടതല്ല. കിട്ടൂല. അതെ എനിക്ക് അതെച്ചാൽ ഞാൻ എന്ത് വാങ്ങിയാലും എന്ത് സമ്പാദിച്ചാലും എനിക്ക് അതില് എനിക്ക് ദൈവം എല്ലാം തരുന്നുണ്ട് കേട്ടോ. എനിക്ക് അപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു മാറ്റം എന്നിൽ സംഭവിച്ചു തൊട്ടിട്ട് എനിക്ക് സക്സസ് ഉണ്ട്, നല്ല സക്സസ് ആണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ മുകളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്ത് കിട്ടിയാലും എന്റെ ഉള്ളു തുറന്ന് ഞാൻ സന്തോഷിക്കാറില്ല. എനിക്ക് എന്തായിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഒരു സന്തോഷം. ഓക്കെ വാങ്ങി, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് നാളെ ഞാൻ വലിയൊരു കാർ വാങ്ങി, ഒരു വീട് വാങ്ങി, ഇതേ അവസ്ഥ എനിക്ക് അപ്പോഴും ആണ്. ശരി വാങ്ങി, ഓക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിനെ ഞാനിങ്ങനെ വലിയതായിട്ട് കാണുമോ, എനിക്ക് അങ്ങനെ അതിനെ ഇങ്ങനെ സന്തോഷം. അപ്പൊ ഞാന് എപ്പോ വർഷങ്ങൾക്ക് മുന്നേ എത്രയോ 25 വയസ്സുള്ളപ്പോ തന്നെ ഞാനൊരു വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് പറയും, എന്താണ് എനിക്ക് സന്തോഷം വരാത്തത്. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ എന്റെ നാട്ടിലെ വണ്ടി വാങ്ങിയ ആള് ഞാനാ, പെണ്ണുങ്ങളിൽ വണ്ടി ഓട്ടിയതും വണ്ടി വാങ്ങിയതും ഞാനാണ്. അപ്പൊ പോലെ എന്നോട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ വലിയ സന്തോഷം പറയും, ഈ വണ്ടി വാങ്ങിയത് സംഭവം എന്ന് പറയുമ്പോ ഞാൻ പറയും, ഇതെന്താ സംഭവം, ഇതിന് വരെ സന്തോഷിക്കുന്നു, എനിക്കെന്താ സന്തോഷം വരാത്ത. എനിക്കിതൊരു ഉപയോഗിക്കേണ്ട സാധനം, എനിക്കിത് ആവശ്യമുണ്ട്. ഞാൻ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ എനിക്കിത് പോയി വരാനുള്ള ഒരു ഇതെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എനിക്ക് അതേ കിട്ടുന്നുള്ളൂ, എനിക്ക് വേറൊന്നും. അപ്പൊ അന്ന് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരാത്തത്. മറ്റുള്ളവര് ഒരു ചെറിയ സാധനം കിട്ടുമ്പോൾ പോലും സന്തോഷിക്കുന്നു, എനിക്ക് അതെന്താ വരാത്തത്. എന്നാൽ ഞാൻ ഇതുമല്ല, എനിക്ക് ഇല്ലായ്മ ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുമില്ല. ഒരിക്കൽ പോലും എന്റെ വായ കൊണ്ട് ഞാൻ ഇല്ലാത്ത ആളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
അന്നും ഒന്നും ഇല്ലാത്ത സീറോയിൽ നിൽക്കുന്ന സമയത്തും എന്റെ മനസ്സിൽ ഞാൻ ഇല്ലാത്ത ആളാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്റെ ഭർത്താവ് പറയും അവരൊക്കെ ഉള്ളവര് അവരങ്ങനെയെന്ന് പറയുമ്പോ ഞാൻ ആ ഏട്ടനോട് ചോദിച്ചു അതെന്തിനാ അങ്ങനെ പറയുന്നത്? അവരുള്ളവരെന്ന് പറയുമ്പോ നമ്മൾ ഇല്ലാത്തവരെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറില്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആ ഒരു ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇല്ലാത്തപ്പോഴും ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉള്ളപ്പോഴും എനിക്ക് ഉണ്ട് എന്നുള്ളതും അങ്ങനെയും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ആ ഒരു നോർമൽ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് എനിക്ക് ഇങ്ങനെ അല്ലെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ എന്താണ് അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ഇതിങ്ങനെ കുറെ വീഡിയോസ് കേട്ടിട്ട് ഇപ്പൊ സാറിന്റേതാണെങ്കിലും കുറെ മെസ്സേജുകൾ അങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയല്ല ഞാനും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ ഇങ്ങനെയാണല്ലോ നമുക്കും വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നലത്തെ ആ മെസ്സേജ് കേട്ടപ്പോ ഞാൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഞാനൊക്കെ തേടുന്നത് ഇതല്ലേ, ഞാനൊക്കെ എന്നാ ഈശ്വര ഞാൻ അപ്പൊ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഈ നട്ടലിൽ കൂടെ ചെറിയ ഈ വൈബ്രേഷൻ എനിക്ക് വരാറുണ്ട്. ഒരു ഒരു പെടപ്പ് ഇങ്ങനെ എനിക്ക് അത് നമ്മൾ പറയുന്ന വേർഡുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സാറ് പറയുന്നത് ഞാൻ ഒരു ഒരു ഇങ്ങനെ പെടക്കിയ കിടന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ചോദിക്കുക ഞാനും ഇതല്ലേ തേടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ പുക്കളിന്റെയും നെഞ്ചിന്റെയും ഇടയ്ക്ക് ബാക്കില് നട്ടലില് നല്ലൊരു വൈബ്രേഷൻ. അപ്പോ ഈ വൈബ്രേഷൻ എന്ന് എനിക്കറിയില്ലല്ലോ. ആദ്യം എനിക്ക് നടന്നിട്ടുണ്ട് ഈ വൈബ്രേഷൻ, ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല ഇതൊന്നും ഇതിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇന്നലെ അത് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതായിരിക്കുമോ? ഇതെനിക്ക് അറിയില്ല സാർ, ഇപ്പോഴും എനിക്ക് അറിയില്ല ഇതാണോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ പോയിട്ട് ഒരു ആത്യന്തികമായിട്ട് ഒരു അനുഭവം വരാനുണ്ട്. നമ്മളെ നിർവ്വാണം മോക്ഷം എന്നൊക്കെ പറയണത് അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളിൽ മുഴുകണം. അതെ സാർ, ഞാനപ്പോ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പിന്നെ എനിക്ക് ചെറുപ്പത്തില് ഒരു അനുഭവം ഉണ്ട്. എന്റെ ആങ്ങള ഒരു 30 വയസ്സുള്ളപ്പോ മരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു 28 വയസ്സ് ആ പ്രായമുള്ളൂ. ആ സമയത്ത് കറക്റ്റ് 16-ാമത്തെ ദിവസം, എനിക്കറിയില്ല 16 എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ 16-ാമത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനി വന്നിട്ടുണ്ട്. ആ പനി വന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇവൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ ചേട്ടൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ജീവിച്ചിരിക്കുമ്പോ അറ്റാച്ച്മെന്റ് ചിന്താറില്ല, അത് വേണം പറയാം. എനിക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹമായിരുന്നു, കാണിക്കൊന്നുമില്ല. അപ്പൊ ഇവനെ ഭയങ്കര ഇപ്പോഴും എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് വെച്ചാൽ അവനെയാ. അങ്ങനത്തെ ഒരു അവസ്ഥയാ. പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളില് അവൻ എന്റെ അടുത്ത് പറയാത്തതും മറ്റുള്ളവർ എന്റെ അടുത്ത് പറയാത്തതും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു എന്താടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾ അതേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവന്റെ മരണ കാരണം, ഇവന്റെ മരിച്ചത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് മരിച്ചത്. അപ്പൊ ഇവന്റെ കഴുത്ത് പൊട്ടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവന്റെ കഴുത്ത് പൊട്ടി എന്താ സാർ മകനാണോ അതോ ബ്രദറാണോ? എന്റെ ബ്രദർ മരിച്ചത്. അപ്പൊ അത് ഇങ്ങനെയാണ് മരിച്ചതൊന്നും ഇന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവൻ എനിക്ക് മറ്റുള്ളവർക്ക് അറിയാം. അല്ല, അതുവരെ ആർക്കും അറിയില്ല. 16-ന്റെ ഒന്നും ആർക്കറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് മരണകാരണം അറിയുന്നത്. നമ്മള് വീണെങ്കിലും തലയ്ക്ക് ക്ഷതമേറ്റിട്ടാണോ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് അതിലല്ല വരത്തുള്ളൂ. നമ്മൾ വീണു മരിച്ചു മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഇവൻ അതെന്നോട് പറഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. ഇന്നത്തെ ഇവൻ എന്റെ അടുത്ത് എണീറ്റു. അതായത് എനിക്കത് ഒരിക്കലും ആ ഓരോ വാക്കുകളും എനിക്ക് ഇന്നും വൈകാട്ടാത്ത, ഞാൻ ഭയങ്കര മറവിയുള്ള ആളാണ്. എനിക്ക് മറവിന്ന് പറഞ്ഞാൽ അത്ര മറവിയാണ് എനിക്ക്. പക്ഷെ ഇന്നും അവൻ ആ പറഞ്ഞ വാക്കുകൾ, അവനെ ഞാൻ തൊട്ടത്, അവന്റെ ഒന്നുമില്ല, അവന്റെ കാല് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ ഒരു കാലില് ഓയിൽ ഇട്ടേക്കാണ്, അതായത് കുഴമ്പിട്ട് തേച്ചിട്ടുണ്ട്. ഒരു കാല് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എടാ എന്താണ് നിന്റെ ഒരു കാലിന് മാത്രം ഇങ്ങനെ എണ്ണ ഇട്ടിരിക്കണ എന്താണ്? അപ്പൊ ഞാനെല്ലാം കരഞ്ഞോണ്ടാ ചോദിക്കുന്നത്. എനിക്ക് അവനെ കാണുമ്പോ അങ്ങോട്ട് കണ്ടപ്പോ എനിക്ക് മരിച്ചതാണെന്നും എനിക്ക് അറിയില്ല, പക്ഷെ ആ ഫീലിംഗ് ഉണ്ട് താനും. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ പറയാം, എടി അത് ഞാനന്ന് വീണില്ലേ, അന്ന് വീണില്ലേ, അപ്പൊ അന്ന് അത് ഓയിൽ ഇട്ടതാ. പക്ഷെ അപ്പൊ എന്നാണ് മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് ഇത് നടന്നിട്ടുള്ളത്. അതെല്ലാം എന്താ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പും വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സിംറ്റംസ് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു സാർ. നമ്മൾ ഇന്നൊക്കെയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും.
അപ്പൊ അത് അവന് കാണിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഭയങ്കര എന്തോ സൗണ്ട് കേട്ടിട്ട് അവൻ അത് ഭയങ്കരമായിട്ട് പേടിയായിട്ട് അവൻ എന്താ ചെയ്യുന്നത്, വീടിന്റെ ചുറ്റും ഇറങ്ങി നടന്നു നോക്കുക. തലേ ദിവസം മരിച്ച എന്താണ് എന്നുള്ളത് ഇറങ്ങി നോക്കുക. അതേപോലെ അന്ന് അവന് വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ടാണ് അവനെ വിളിച്ചോണ്ട് പോകുന്നത്. അപ്പോഴും അവന്റെ കൂടെ പോകാൻ ഇഷ്ടമല്ല. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട്, ഞാൻ അപ്പോഴും ഒരു വേറെ വീട്ടിലാ താമസം. അപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, നീ സൂക്ഷിക്കണം കേട്ടോ, വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എപ്പോഴും പറയാത്ത പോലെ അന്ന് അവൻ എന്നോട് പറഞ്ഞിട്ട് പോയി. അതേപോലെ അവൻ ഇങ്ങനെ പോണ സമയത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി പട്ടി ഓരിയിട്ടപ്പോ അവൻ പറയാണ്, എടാ നീ എന്തിനാടാ എന്റെ മുഖത്ത് നോക്കി ഓരിയത്, എനിക്കൊന്നും പോവാൻ സമയമായിട്ടില്ല. സ്വപ്നത്തിൽ വന്നപ്പോ പറയാണ്? അല്ല ഇതൊക്കെ നടന്ന സംഭവം. ഇതൊക്കെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇത് അപ്പൊ അതായത് ആ ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ, ഇതാണ് ഫ്രണ്ട് പറഞ്ഞത്. ഈ കാലില് ഈ ഓയിൽ ഇട്ടതൊക്കെയാണ് അന്ന് വന്നപ്പോ എനിക്ക് കാണുന്നത്. അപ്പൊ എന്താണ് ഞാൻ ഭാര്യയോട് ചോദിക്കുന്നത്, ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ അതേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വലതു കാലം നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറയുന്നത്. അതേപോലെ ഇവൻ എന്നിട്ട് എണീച്ച് പോകുമ്പോ ഞങ്ങളുടെ വീടിന്റെ പുറകിൽ ചെറിയൊരു കുന്നാണ്, അത് അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അപ്പൊ ഇവൻ പോകുന്ന സമയത്ത് ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിട്ട് അവിടുന്ന് അവന്റെ ഡ്രസ്സിന്റെ കളർ അങ്ങോട്ട് മാറി, പിന്നെ ഫുൾ വൈറ്റ് ആയി. ആ വൈറ്റ് ആയിട്ട് അവന്റെ തല ഇടത് വശത്തേക്ക് അങ്ങോട്ട് ചാഞ്ഞിങ്ങനെ തൂങ്ങിക്കിടക്കുക. എന്നിട്ട് പിന്നെ അവൻ അങ്ങനെ ആ കുഴിമാടത്തിന്റെ അടുത്തേക്ക് കേറി പോന്നു. അപ്പൊ ഇതെനിക്ക് അറിയില്ല, ഇവന്റെ കഴുത്തിന് ഇങ്ങനെ ഒരു സംഭവം പറ്റിയതോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് കണ്ടു കഴിഞ്ഞ അപ്പോഴാണ് ഞാൻ ഉണർന്ന്, എനിക്ക് ആകെ പേടിയായി പോയി. ഭയങ്കര ഒരു അവസ്ഥയാണല്ലോ അപ്പൊ നമുക്ക്. ഞാൻ കുറച്ചാൾക്കാരോടൊക്കെ പറഞ്ഞു, എന്റെ വീട്ടുകാർ. അത് എല്ലാരോടും പറയാൻ പറ്റില്ലല്ലോ, അമ്മയോടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞു 2-3 ആൾക്കാരോടൊക്കെ പറഞ്ഞു. അതേപോലെ സാർ ഇതെന്റെ ആദ്യം ഞാൻ പ്രഗ്നന്റ് ആയിട്ട് 5ാമത്തെ മാസം എനിക്കത് അബോർട്ടായി പോയി. അബോർട്ടായില്ല, കുഞ്ഞ് ഡെത്തായി. വയറ്റിന്ന് ഡെത്തായപ്പോ എനിക്കൊരു ബ്ലീഡിങ്ങോ എനിക്കൊരു വേദനയോ ഒന്നുമില്ല. പക്ഷെ രാത്രി പുലർച്ചെ ഈ കുഞ്ഞ് എന്റെ അടുത്തുനിന്ന് പോകുകയാണ്. അതെനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞിട്ടില്ല വന്നിങ്ങനെ പറയണ ഫീലിംഗ് അല്ല. എനിക്കതൊന്നും അറിയില്ല, എങ്ങനെയാ ഞാൻ അറിഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുഞ്ഞ് പോയി എന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞ് പോയി. ഞാൻ വാ വിട്ട് കരഞ്ഞോണ്ടാണ് എണീക്കുന്നത്. അപ്പൊ ചെക്കപ്പിന്റെ സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ ആ വീട്ടിൽ കരഞ്ഞ് ഞാനിങ്ങനെ എണീക്കുമ്പോ എന്താ ചോദിച്ചു പറഞ്ഞു, എനിക്ക് കുഞ്ഞിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എന്നിട്ട് കാലത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോ സെയിമാണ്, കുഞ്ഞ് ഡെത്തായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിത് എങ്ങനെയാണ് അറിയുന്നത്? ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊക്കെ ഞാൻ എന്താ വിചാരിക്കണേന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും ഉള്ള സംഗതികളായിരിക്കാം ഇതൊക്കെ. പിന്നെ ഇതിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് ഈ സോളിന് ഇതേപോലത്തെ കണക്റ്റഡ് ആയിട്ട് കണക്ഷൻ നമ്മള് ഇതേപോലത്തുള്ള ആൾക്കാരുമായിട്ട് വരും. അപ്പൊ അത് നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് സത്യമാണെന്ന് എനിക്ക്, എന്റെ ആങ്ങള വന്നത് പോലും എനിക്ക് സത്യമാണെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്, ഇതിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ സന്തോഷം. പിന്നെ മോനും ഇതേ റൂട്ടാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാള് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഇങ്ങനെ സാറ് പറഞ്ഞല്ലോ വായിൽ പുളിയും മധുരവും ഒക്കെ ഇങ്ങനെ എണ്ണാക്കിന് വരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അവനിരുന്ന് അതേന്ന് തലയാട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ അനുഭവിച്ച പോലെ? അപ്പൊ ഞാൻ നീന്തര തലയാട്ടണ, നിനക്ക് വന്നോ? വന്നു. എങ്ങനെയാടാ അനുഭവം, എന്താടാ വന്നത്, എനിക്ക് എന്താ വന്നത് എന്ന് വെച്ചാൽ പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നെ പറയാന്ന്. അപ്പൊ ഈ അച്ഛനും ഇരിക്കുമ്പോ അവനൊന്നും കാര്യം എന്റെ അടുത്ത് പറയില്ല. ഏട്ടന് ഇരിക്കുമ്പോ ഒരു കാര്യം എന്റെ അടുത്ത് പറയാറില്ല. സ്പിരിച്വലി എന്തെങ്കിലും കാര്യം പറയാണ്ട് എന്റെ അടുത്ത് മാത്രമേ പറയുള്ളൂ. അപ്പൊ അതിന് പിന്നെ സമയം കിട്ടിയില്ല, സ്കൂളിൽ തിരക്കല്ലേ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ 2 ദിവസമായി ഇപ്പൊ ആൾ സംഗതി പറഞ്ഞിട്ട്. അപ്പൊ അവനിങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ? അതേപോലെ അവന്റെ മുൻജന്മങ്ങൾ പറയും. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ മുൻജന്മ ഞാൻ ഒരുപാട് എന്താ ആ കുട്ടിയെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അത് പെട്ടെന്ന് ചെയ്യിക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ചെയ്യും സാർ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു ലക്ഷ്യമേ അതാ, അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യമില്ല. എന്റെ ലക്ഷ്യം തന്നെ ഞാൻ പറയാം, എനിക്ക് പറയുമ്പോ പോലെ കേട്ടോ, എന്തൊക്കെ അതിന്റെ പരമാവധി ആയിട്ടുള്ള ഒരു എൻലൈറ്റ്മെന്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ
വളരെ പെട്ടെന്ന് എത്തും, അമ്മയും മോനും എത്തും. പക്ഷേ തീവ്രമായിട്ട് സാധനങ്ങളിൽ മുഴുകണം. ഈ അനുഭവങ്ങളെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കും എവിടെയെങ്കിലും. കാരണം ഇതൊക്കെ അതേപോലെ ലോകത്തിന് അവന് ഒരുപാട് അനുഭവങ്ങളാണ്. അവന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഈ കുട്ടി പറഞ്ഞു. എനിക്ക് ചിലത് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. അവന് ഈ പറയണ എന്തുവാ ഈ പറയണ. അവൻ എന്നോട് ചോദിക്കും, പറയുന്നത് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കും. റെക്കോർഡ് ചെയ്യൂ. അപ്പൊ എന്നോട് ചോദിക്കുന്നതാണ്, അവന് ഇപ്പൊ ചോദിക്കുന്നതാണ്, എന്റെ അച്ഛൻ എനിക്ക് 1.5 വയസ്സൊക്കെ ഉള്ളപ്പോ മരിച്ചു പോയതാ. 1.5 2 വയസ്സൊക്കെ ഉള്ളപ്പോ മരിച്ചു പോയതാ. അപ്പൊ അവൻ എന്നോട് ഇന്നാൾ ചോദിക്കുന്നത്, അമ്മയ്ക്ക് അമ്മയുടെ അച്ഛന്റെ മുഖം അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. അതെങ്ങനെയാടാ എനിക്കറിയുന്നത്? എനിക്ക് 1.5 വയസ്സ് 2 വയസ്സുള്ളപ്പോ മരിച്ചു പോയാൽ എനിക്ക് അതമ്മ ആലോചിച്ച് നോക്ക്, ഓർത്തു നോക്ക് വരും. ഇതിനിങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാ പറയുള്ളൂ. ഇങ്ങനത്തെ കാര്യം പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിനക്കറിയോന്ന് ഞാൻ വെറുതെ ചോദിച്ചു. എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ അറിയാം? ഞാനേ 1.5 വയസ്സിലുണ്ടായപ്പോഴാണ് ആള് മരിച്ചു പോയത്. നീ ഇപ്പൊ എനിക്ക് ജനിച്ച കുട്ടി നിനക്കിങ്ങനെ? അതെനിക്കറിയാം. അമ്മയുടെ അച്ഛന്റെ മുഖം ഓർത്തു നോക്ക്, അത് കണ്ടുപിടിക്കുക. അപ്പൊ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ഫോട്ടോ ഒന്നും ഇല്ല നമ്മുടെ അടുത്ത്. അപ്പൊ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലാകും. അപ്പൊ ഈ കുട്ടി ഇങ്ങനത്തതൊക്കെ എങ്ങനെയാണ് ഇട്ട് പറയണേന്ന് എനിക്കറിയില്ല. അതേപോലെ അവന്റെ മുൻജന്മം പറയാം. അമ്മ ഞാൻ ഒരുപാട് ഒരിക്കൽ എന്നോട് ചോദിക്കുക, അമ്മ ഈ ഭൂമിക്ക് ചിലയിടത്തൊക്കെ ഭയങ്കര റെഡ് കളർ കണ്ടിട്ടില്ലേ, അത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എന്താണ് അത്? ഒരുപാട് പണ്ട് കാലത്ത് ഇവൻ ഏതോ രാജാവിന്റെ ഒരു എന്താ പറയാ പടയാളിയായിരുന്നു. പടയാളി. അപ്പൊ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കണല്ലോ. അപ്പൊ ഇവ ഒരുപാട് കൊലകൾ ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെയാണ് എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ. എനിക്ക് ഈ ജന്മം ഞാൻ ഇത് തീർക്കാം. അവൻ ഇപ്പോഴേ പറയാം, ഞാൻ മാരേജ് കഴിക്കില്ല, കല്യാണം എന്നോട് പറയരുത്, കല്യാണം ഞാൻ കഴിക്കില്ല, എനിക്കത് താല്പര്യമില്ല, ഞാൻ അതിനു വേണ്ടി വന്ന ആളല്ല, ഞാൻ അതിനല്ല വന്നേ. അവൻ കോൺഫിഡന്റ് ആയിട്ട് പറയും, ഞാൻ അതിന് വന്ന ആളല്ല. ഇതൊരു നോർമൽ കുട്ടി സംസാരിക്കണ പോലെ അല്ല സംസാരിക്കുക. അപ്പൊ അതേപോലെ ഈ അന്ന് എന്റെ അടുത്ത് പറയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മയെ പെട്ടെന്ന് എന്റെ കൈ പിടിച്ച് ഒറ്റ വലിയായിരുന്നു. ഞാൻ സൂര്യന്റെ അകത്തേക്കാണ് ഞാൻ പോയത്. സൂര്യന്റെ അകത്ത് എനിക്ക് ചൂടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. വലിയൊരു മനുഷ്യനാണ്, താടിയൊക്കെ ഉണ്ട്. ശിവഭഗവാനാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അടുത്തു പോയി, ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് കുട്ടി കഥ ഇറക്കല്ലാന്ന് അവന്റെ വർത്താനം കേട്ടാൽ നമുക്കറിയാം. അവന് ഇതിന് അവൻ പറയും, അതെ സൂര്യൻ എന്നോട് ചോദിച്ചു, സൂര്യനെയൊക്കെ നിയന്ത്രിക്കണ ആരാന്ന് അമ്മയ്ക്ക് അറിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്താണ് അമ്മ, സൂര്യനെ നിയന്ത്രിക്കണ, സൂര്യന്റെ അകത്തിരിക്കണ ശിവഭഗവാനാണമ്മേ. ഞാൻ കണ്ടു, ഞാൻ ഇങ്ങനെ അവസ്ഥ കണ്ടു. അതേപോലെ ഒരിക്കൽ ഈ വിഷ്ണു, ശിവന്, ബ്രഹ്മാവ്, ഇതൊന്നും ഞങ്ങൾ പറയാത്ത കാര്യങ്ങളാ സാർ. എനിക്ക് ഇതൊന്നും അറിയൂല. ഞാനും ഈ ഭക്തിമാർഗത്തിലുള്ള ആളല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇതിലേക്കൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എത്തിച്ചതാണ്, ഞാൻ വന്നതല്ല. ഞാനായിട്ട് എങ്ങനെയോ ആയിപ്പോയതാ. അപ്പൊ ഈ കുട്ടിക്ക് ഇതേപോലത്തെ കഥകളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ എന്നോട് വിഷ്ണുവിനെ പറ്റി പറയും, ബ്രഹ്മാവിനെ പറ്റി പറയും. അപ്പൊ എന്നാലും വിഷ്ണു എന്നെ അമ്മ ഞാന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വിഷ്ണു എന്റെ കൈ പിടിച്ചമ്മ, വിഷ്ണു എന്നെ എന്തൊക്കെ സ്ഥലങ്ങൾ എനിക്ക് കാണിച്ചു തന്നു അറിയോ. ഒരുപാട്. അതേപോലെ ഈ ഡയമെൻഷനെ പറ്റി പറയവൻ, നമ്മൾ ഇത്ര ഡയമെൻഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ കുട്ടി ഇത്ര പ്രായമായിട്ടില്ല, ഇപ്പൊ അവന് 15 വയസ്സ്. ഇവൻ ഇരുന്ന് പറയണ കേട്ടോ, നമ്മളിങ്ങനെ ഞാനൊക്കെ ഒരു ദിവസം ഒരു 1 മണി 2 മണി വരെ ഞാൻ അന്തം വിട്ടിട്ടിരുന്നുണ്ട്. ഒരു ദിവസം രാത്രി മാത്രമാണ് ഞാൻ ഇത്ര അധികം ഈ കുട്ടീനോട് സംസാരിച്ചത്. അവനങ്ങ് പറയാൻ തുടങ്ങിയ കഥകൾ കേട്ട് ഞാനിങ്ങനെ, എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ഇനി വലിയ കാര്യം പറഞ്ഞു, ഈ സംഭവം അതൊന്നും ഞാൻ അവനെ അംഗീകരിച്ചിട്ടുമില്ല. എനിക്കത് എങ്ങനെയാ പറയണ്ട, ഈ കുട്ടീനോട് എന്താ കാട്ടേണ്ടതൊന്നും എനിക്കറിയില്ല. എന്നോട് എപ്പോഴും പറഞ്ഞ കാര്യം, അമ്മയൊന്നും ആയിട്ടില്ല, അമ്മയ്ക്ക് ചെറിയ കുട്ടിയാട്ടാ, അമ്മ ഒന്നും ആയിട്ടില്ല, അമ്മക്ക് വരട്ടെ, അമ്മയ്ക്ക് എന്റെ പുറകില്ല. അപ്പൊ എനിക്കറിയാം അവന് എന്ത് രീതിക്കാവും പറയാം. അവന്റെ സോളിന്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം അവൻ പറയുന്നത്. അവന് പലതും മനസ്സിലാകുന്നുണ്ട്, അവന് പലതും കിട്ടുന്നുണ്ട്. എനിക്ക് അത്ര എത്തിയിട്ടില്ല. പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞു, അമ്മയുടെ മകനായി ജനിച്ചത് കൊണ്ട് അമ്മയോട് മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അമ്മ മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ആളായിട്ടുള്ളൂ. അതായത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫാമിലിയില് അമ്മയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുള്ളൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, വേറൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ആ ജന്മം ഇവിടെ വന്നത്. അതെ. അപ്പൊ സാർ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്കത് എന്താ പറയാ, എനിക്ക് ഇന്നലെ അത്
സാറത് പറയും വീഡിയോ ഒക്കെ കേൾക്കുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിനുണ്ടല്ലോ. പിന്നെ ഇവന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ ഇവന് ഓപ്പൺ ആയിട്ട് പറയില്ല. ഇവന് പറഞ്ഞ് ഇങ്ങനെ, ഞാനാണെങ്കിൽ എനിക്ക് ചെറുത് കിട്ടിയ എനിക്ക് അയ്യോ എനിക്ക് ഇങ്ങനെ കിട്ടിയല്ലോ, എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാ. അതെയല്ല കിട്ടിയല്ലോ, ഞാൻ അറിഞ്ഞു എനിക്ക് വന്നു ആ സംഭവം. പക്ഷെ ഇവൻ ഇത്ര വലുത് കിട്ടിയിട്ടും ഇവൻ ചെറുതായിട്ട് പറയും. പറയുന്ന കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം, എഴുതി വെച്ചാ പോലെ എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വെക്കൂ. അത് ലോകത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന് അതിന്റെ ആവശ്യമുണ്ട്. ആ കുട്ടിയിൽ നിന്ന് വരുന്നതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. ആ കുട്ടിയിൽ നിന്ന് വരുന്നതൊന്നും ലോകത്തിന് നഷ്ടപ്പെടരുത് നഷ്ടപ്പെടുത്തും. അപ്പൊ അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം അതിലൊക്കെ ചില ആളുകൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. ഈ വേറെ ലോകങ്ങളുടെ അറിവ് ഈ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ധർമ്മമായിട്ട് അവതരിക്കുന്ന ആളുകളാണ്. അപ്പൊ അത് നമ്മളിലൂടെ ആയിരിക്കണം അത് വരേണ്ടത്, പുറത്ത് വരേണ്ടത്. അപ്പൊ അത് മിസ് ചെയ്യരുത്. അവൻ എന്നോട് പറയുന്നുണ്ട്, അമ്മ എന്റെ നിയോഗം വേറെയാണ്, ഞാൻ ഇതിനല്ല, അവൻ എന്തിലേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അവന് വ്യക്തതയുണ്ട്. പിന്നെ ഇപ്പത്തെ ഈ 15 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രായമല്ലേ. പക്ഷെ ഈ കുട്ടി ഇതിലേക്കൊന്നും അല്ല പോകുന്നത്. ഈ കുട്ടിക്ക് അമ്പലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കുക, സ്പിരിച്വൽ കാര്യങ്ങൾ പറയുക. പിന്നെ നോൺ വെജ് ഒക്കെ, ഞാൻ നോൺ വെജ് നിർത്തിയിട്ട് ഇപ്പൊ 2 വർഷമായി. നോൺ വെജ് ഞാൻ നിർത്തിയിട്ട് മോന് കഴിച്ചോണ്ടായിരുന്നു. ഞാൻ മോന് കുഞ്ഞല്ലേ, അപ്പൊ കൊടുത്തോണ്ട് തന്നെയായിരുന്നു. 10-13 വയസ്സ്. അപ്പൊ നീ കഴിച്ചോ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലൊരു രസം ഉണ്ടായി. നോൺ വെജ് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ നോൺ വെജ് ഞാൻ ഒഴിവാക്കി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കും. ആദ്യമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന സമയം പിന്നെ എനിക്ക് കഴുകാൻ പറ്റില്ല. കഴുകിയ കഴിച്ചൊറിയും, തൊട്ടാ കഴിച്ചൊറിയാൻ തുടങ്ങി. അത് തൊട്ടുണ്ടി കഴിച്ചൊറിയാം. അപ്പൊ കൈ ചൊറിഞ്ഞ അന്ന് ഞാൻ പറഞ്ഞു, ഇനി ഞാനത് തൊടില്ല, നിങ്ങൾ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് തന്ന, മോനെ കഴുകി ക്ലീൻ ചെയ്ത് തന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതേപോലെ അപ്പൊ അതിനുശേഷം ഞങ്ങള് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി, കുക്ക് ചെയ്തത് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തൊടാൻ പറ്റില്ല എന്നായിപ്പോ. അതിനുശേഷം 3 മാസം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ തുടങ്ങി 6 മാസത്തിനുള്ളിൽ നീ സ്റ്റോപ്പ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് 6 മാസത്തിനുള്ളിൽ എന്റെ മോൻ നിർത്തും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ 3 മാസത്തിൽ മോൻ നിർത്തി. അവൻ പറഞ്ഞു എനിക്കിനി നാളെ തൊട്ട്, ഒരു ദിവസം കഴിച്ചോണ്ടിരിക്കും പറഞ്ഞു, അന്ന് നോൺ വെജ് കഴിച്ചോണ്ടിരിക്കും പറഞ്ഞു, അമ്മ നാളെ തൊട്ട് എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ആ കൊച്ചു തൊട്ടിട്ടില്ല. അതായത് കുഞ്ഞല്ലേ, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. പക്ഷേ തെറ്റാണ്. നമ്മൾ വിചാരിക്കുകയാണ് അതിലാണ് ആരോഗ്യം കിട്ടുക, ഇത് കഴിച്ചില്ലെങ്കിൽ കുട്ടി വീക്കാവും എന്നൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മള് തലയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളുടെ അടുത്ത തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സാർ എന്തായാലും എനിക്കൊരു ഭയങ്കര ഒരു ദൈവാനുഗ്രഹം ഉണ്ടായത് ആലോചിച്ച് നോക്കൂ. എനിക്കിപ്പോ ഞാനൊരു 40 വയസ്സിലൊക്കെയാണ് ഞാൻ 39 ആ ഒരു വയസ്സിലാണ് ഞാൻ നിർത്തിയത്. പക്ഷെ എന്റെ കുഞ്ഞിനെ ഒരു 13 വയസ്സില് 13-14 വയസ്സിൽ സ്റ്റോപ്പ് ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ എനിക്ക് അല്ല അത് ശരിയാണ്. അതൊരു സാഹചര്യം, ചിലപ്പോ അവന് നിർത്താൻ വേണ്ടിട്ടായിരിക്കും എന്നെ അത് നിർത്തിയത്. എന്താ പറയാ, ആൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓരോ സമയത്തും ഓരോ പ്രോഗ്രാം വർക്ക് ചെയ്യും ഓരോ പ്രായത്തിൽ. പക്ഷെ സാർ അത് ആ സമയം ഞങ്ങളുടെ ഭയങ്കര ഒരു ക്രിട്ടിക്കലായിട്ട് പോയൊരു സമയമായിരുന്നു. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ മോൻ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. അവൻ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലത്തെ സംഭവം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കൗൺസിലിംഗ് ചെയ്യാനോ അതിന് വരെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് അപ്പൊ തോന്നിയ ഒരു കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ നോൺ വെജ് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ബോഡീനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങല്ലേ. എന്റെ സ്വപ്നത്തിലും എനിക്ക് പറയുന്ന അതാണ്, നിന്റെ സമയം കഴിഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ആ സമയവും ഇതും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ആ ഒരു വർഷം ജീവിതത്തിന്റെ കാലാവധി കഴിഞ്ഞു, അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനുള്ള നിർദ്ദേശമായിരിക്കും. അപ്പൊ അവിടുന്ന് തൊട്ടിട്ട് ഞങ്ങൾക്ക് നല്ല മാറ്റമായി. മോന് ഭയങ്കര സ്കൾട്ടായിട്ടിരിക്കും, അവനൊന്നും കഴിക്കില്ല, അവനൊരു ജീവനില്ല, പ്രാണനില്ല, അങ്ങനെ. അതായത് 3 നേരം നോൺ വെജ് കൊടുക്കുന്ന കൊച്ച് അങ്ങനെയായിരുന്നായിരുന്നെ.
പക്ഷെ ഇപ്പൊ അവൻ അതെല്ലാം നിർത്തിയപ്പോ അവന്റെ മുഖത്തൊരു പ്രസരിപ്പ് വന്നു. അവൻ നല്ലൊരു വെയിറ്റ് വെച്ചു. നല്ലൊരു അത്യാവശ്യ ശരീരമുള്ള ഒരു കുട്ടിയായിട്ട് മാറി. നോൺ വെജ് നിർത്തിയതോട് കൂടിയിട്ട് ഇപ്പൊ ഞാന് രാവിലെ തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. എനിക്ക് ക്ലാസ്സുകള്, വീട്ടിലത്തെ പണികള് എല്ലാം. അപ്പൊ എന്നോട് പുറത്തുള്ളവർ ചോദിക്കും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കണം. ഞാൻ പറയും ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ നോൺ വെജ് ആണ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കഴിച്ചില്ലേലും കുഴപ്പമില്ല സാർ. എനിക്ക് കഴിച്ചില്ലേലും ഒരു നേരം 2 നേരം ഭക്ഷണം കഴിക്കുന്നത്. വെജാണ് കഴിക്കുന്നത്. നോൺ വെജ് നിർത്തി വെജാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതേപോലെ എനിക്ക് വെജ് ഭക്ഷണം കഴിച്ചില്ലേലും ഞാൻ ആക്റ്റീവ് ആയിട്ടിരിക്കും. പക്ഷേ ഇതെല്ലാം നോൺ വെജ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നമുക്ക് ഒരു അലസതയാണ്. പിന്നെ എനിക്കുണ്ടല്ലോ മന്ദത, മൈൻഡേ ശരി ഉണ്ടാവില്ല. അതിപ്പോ അതെന്താ അറിയോ, നമ്മള് പെട്രോളിൽ ഓടുന്ന ഒരു വണ്ടി, പെട്രോൾ ഓടുന്ന വണ്ടിയിൽ നമ്മൾ ഡീസൽ അടിച്ചാൽ വണ്ടി ഓടുമോ? എഞ്ചിൻ തകരാറ്. ഇതേപോലെ ഓരോ സ്പീഷീസിനും, ഓരോ ജീവിക്കും പ്രകൃതി അനുവദിച്ച ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം അല്ലാതെ അവൻ കഴിക്കുന്നതൊക്കെ അവനെതിരായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ സമയമെടുക്കും. ഇപ്പോഴുള്ള ഊർജം മുഴുവൻ അതിനെടുക്കും. അപ്പൊ അതാണ് ഈ മന്ദത വരുന്നത്. അത് മാത്രമല്ല, ഈ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം അതിലുള്ള എനർജിയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ അറിയാലോ, ഒരു ജീവിയെ കൊന്നിട്ട് കഴിക്കുമ്പോ ആ ഒരു സംഭവം നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുണ്ടോ, ഏറ്റവും അധികം അക്രമാസക്തനായിട്ടുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യൻ മാറിയിട്ടുണ്ട്. അക്രമാസക്തൻ എന്ന് പറഞ്ഞപ്പോ വേറൊരാളെ ആക്രമിക്കുന്നു എന്നല്ല, അത് മാത്രമല്ല, ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാര്യവും. വേറൊരാളെ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ അസ്വസ്ഥനായിട്ടുണ്ട് അവനവനിൽ തന്നെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കാരണം എന്ന് വെച്ചാല് നമ്മളുടെ യഥാർത്ഥ വഴികളിൽ നിന്ന് പ്രകൃതി നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചത്, എങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി ഇവിടെ രൂപപ്പെടുത്തിയത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പോ ഈ ആഹാരശീലത്തില് ഭയങ്കരമായിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ നോണില്ലാതെ ഈ പൗൾട്രി ഫാമിൽ കിട്ടുന്ന ഈ കോഴി എന്ന് പറഞ്ഞാൽ അതെന്തോ അമൃത് പോലെ ഭക്ഷിക്കുന്ന ആളാണ്. ശകലം അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത വരും. ഇപ്പൊ നമ്മളൊരു വെജിറ്റേറിയൻ പാർട്ടിയൊക്കെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു വരിക പോലും ഇല്ല. അത്രയും അവസ്ഥയിലേക്ക് ആളുകളുടെ ഭക്ഷണശീലം മാറി. അപ്പൊ അത് ആളുകളുടെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യും. കാരണം അസ്വസ്ഥമായ ഒരു സൊസൈറ്റിയാണ് ഇപ്പൊ, ഏറ്റവും അസ്വസ്ഥമായ ഒരു സൊസൈറ്റിയാണ്. അത് ഒരു കാരണം ഇതാണ്. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം ഇതാണ്. അപ്പൊ സാർ പിന്നെ എനിക്ക് ഒരു അനുഭവം, ഇതിപ്പോ ഈ നോൺ വെജ് നിർത്തിയതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാം നല്ല ടേസ്റ്റ് ആണ്. വെജിറ്റേറിയൻ പണ്ടൊന്നും ഈ വെജിറ്റബിൾസും ഞങ്ങൾ അന്നും കഴിച്ചിട്ടുണ്ട്. ഇതാണോ കഴിച്ചതെന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മറ്റുള്ള നോൺ വെജ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് ഓരോ വെറൈറ്റി ഇപ്പൊ വെജിറ്റബിൾ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഞാനിത് എന്റെ ചേച്ചിയോടൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. നമുക്ക് നമ്മള് അതിലുണ്ടായിരുന്ന കൊതി ഉണ്ടല്ലോ, അതേ നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ സാധനം കാണുമ്പോ വരുന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് ഈശ്വരൻ തരുന്ന, അതായത് ഒരു ബ്ലെസ്സിങ് ആണ് അത് ശരിക്കും ഇത്, അല്ലേ? നമ്മൾക്കിപ്പോ അത് ബ്ലെസ്സിങ് ഒന്നല്ല, അത് ഇതാണ് നമ്മുടെ യഥാർത്ഥ നേച്ചർ. അപ്പൊ എന്നോട് ചേച്ചിനോട് പ്രകൃതിയോട് അല്ലെ പ്രകൃതിയെ അനുസരിച്ച് ജീവിക്കുന്തോറും അത് ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് ബാധ്യതയില്ലാതെ വരും. അത് ആസ്വദിക്കേണ്ടി. പ്രകൃതിക്ക് എതിരെ നീങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാം ബാധ്യതയായിട്ട്, ശാപമായിട്ടും ഭാരമായിട്ടും വരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ പ്രകൃതി നമ്മളിൽ അർപ്പിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ.
ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, ഞാൻ ചേച്ചിയോടൊക്കെ എനിക്ക് ഞാനിപ്പോ ഈ റൂട്ടിൽ വന്നപ്പോ എനിക്കറിയാം സാർ, എനിക്കിപ്പോ സത്യം അറിയാം നമ്മള് മനുഷ്യന്മാരെന്താണ്, എങ്ങോട്ടാണ് നമ്മുടെ യാത്ര, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇതെല്ലാം എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. എന്റെ അമ്മ, അച്ഛൻ, എന്റെ ചേച്ചിമാര് ആർക്കും ഒന്നും അറിയുന്നില്ല. അവരിങ്ങനെ ഇപ്പോഴും പൊട്ടക്കിണറ്റില് ഇങ്ങനെ തവള പോലെ കിടക്കുകയാണ്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്നാല് എല്ലാ കാലത്തും എല്ലാവരും ഈ ലെവലിലേക്ക് എത്തില്ല. കാരണം ഇത് പരിണാമമാണ്, ആത്മീയമായ പക്ഷെ പരിണാമം. ഞാനുണ്ടല്ലോ സാർ ഇതിനു വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചേച്ചീനൊക്കെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, എടി ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്താ വെച്ചാല് അവര് നിൽക്കുന്ന വേറെ ലെവലിലാണ്. അതൊക്കെ നമ്മളുടെ ഈഗോയിൽ നിന്നാണ്. നമ്മളുടെ ഈഗോ പൂർണ്ണമായി നശിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ എന്തോ ശ്രേഷ്ഠമായ ജീവിതമാണ് നമുക്ക് തോന്നും. അതിന്റെ ഒരു അംശം ഉണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ളവർക്കും കൂടി അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവര് സ്വാഭാവികമായിട്ട് അവിടേക്ക് എത്തേണ്ട സമയത്ത് അവർ എത്തിക്കോളും. അപ്പൊ അതിനൊന്നും നമ്മൾ ബേജാറാവേണ്ടതില്ല. ഈ ലോകത്തിന്റെ കാര്യമില്ല. ആ സ്നേഹത്തെ നമ്മൾ ഇങ്ങനെ സൂചനകളായിട്ട് കൊടുത്താലൊന്നും അത് അവർക്കല്ല. അത് സ്വാഭാവികമായിട്ട് അവര് എത്തേണ്ട സമയത്ത് അവരെത്തിക്കോളും. അപ്പൊ നമ്മള് അവിടെ നമുക്ക് അവരോട്, മറ്റുള്ള ഈ ലോകത്തോട് വ്യത്യസ്തമായിട്ട് പോകുന്ന, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകുന്ന ഈ ലോകത്തോട് നമുക്ക് സഹതാപമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയോ ഉണ്ടാവേണ്ടതില്ല. കാരണം നമുക്കത് കിട്ടി, ഓക്കെ. പക്ഷെ ഇനി അതിന്റെ ഒരു പരമാവധി സംഭവമുണ്ട്, പൂർണ്ണത. ആ പൂർണ്ണതയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളവർക്ക് അപ്പൊ സാർ നമ്മള് ഇങ്ങനെ ഒരു നല്ല കാര്യം അതേപോലെ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലേ? പറഞ്ഞു അങ്ങനെയല്ല, അത് നൈസർഗികമായിട്ട് നമുക്ക് വന്നാൽ കുഴപ്പമില്ല. ഇത് സാധാരണ ഒരാളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാല്, എന്തെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെന്തോ ഒരു പ്രത്യേകതയുള്ള ആളാണ് എന്നും നമ്മളിത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാണെന്നൊക്കെ ഒരു മനോഭാവം വന്നാൽ അത് ഈഗോ ആണ്. അതല്ല വേണ്ടത്. കാരുണ്യത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഒരാളെ, കാരുണ്യമാണ് നമുക്ക് മറ്റേ ഈ ലോകത്തോടൊരു കാരുണ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ അവർക്കത് കൺവേ ചെയ്യും. മനസ്സിലായോ? മറ്റൊരു തെറ്റെന്താന്ന് വെച്ചാലേ ഞാൻ ഇതേപോലെ ആര് കിട്ടിയാലും ഞാൻ പറഞ്ഞു കൊടുക്കും, അത് മനസ്സിലായി. അത് കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. അത് മുഴുവൻ നമ്മളുടെ ഈഗോ വർക്ക് ചെയ്യുന്നതാണ്. അത് ഈഗോ ആണ് ശരിക്കും. കാരണം നമ്മൾ വ്യത്യസ്തമാണ് എന്നുള്ള ഒരു സാധനം ഉള്ളിൽ കിടക്കണോണ്ടാണ് അത് വരുന്നത്. പക്ഷേ അത് പോയിട്ട് ആ കാരുണ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ അപ്പോഴാണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു പൂർത്തീകരണം ഉണ്ടല്ലോ, നോ മൈൻഡ് എന്നുള്ള അവസ്ഥ വരും. ആ അവസ്ഥയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. അപ്പൊ മാത്രമേ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ സാധാരണ ഒരാളും ഒരേപോലെ. ഇത് ഭയങ്കര ഒരു അറിവാ സാർ ഇപ്പൊ ഈ പറഞ്ഞ. ഞാനല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് അതിന് എനർജി ചെലവാക്കാനല്ല. ഇപ്പൊ നമ്മളുടെ ആന്തരികമായ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ ഊർജത്തെയും ഉള്ളിലേക്ക് തിരിച്ചുവിടണം. മുഴുവൻ ശ്രമവും അതിനായിരിക്കണം. അങ്ങനെ അതിന്റെ പൂർത്തീകരണം കിട്ടിക്കഴിയുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന എല്ലാ കാര്യവും ലോകം അതേപടി സ്വീകരിക്കും. റെസിസ്റ്റൻസ് ഇല്ലാതെ സ്വീകരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന് ഹൈ വോൾട്ടേജ് ആയിരിക്കും. ആ സമയത്ത് പറയുന്നത് നാവിൽ നിന്ന് വീഴുന്നതിനൊക്കെ ഭീമമായ സ്വാധീനമായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് പോകാനുണ്ട്. അതിന്റെ അറ്റം കാണാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമയവും എനർജിയൊക്കെ നീക്കി വെച്ചു. സാർ എനിക്ക് ടൈമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള സംഗതി ഉണ്ട്. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാന് പകല് മുഴുവൻ വീട്ടിലൊറ്റയ്ക്കാ. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് 4 മണി തൊട്ടിട്ടാണ് ഞാൻ ബിസി ആവുള്ളൂ. ഞാൻ ഈ വീട്ടിന്റെ ഉള്ളില് ഞാൻ ഒറ്റയ്ക്കാ. എനിക്ക് ഈ സൈലൻസ് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഒറ്റയ്ക്ക് ഭയങ്കര ഇത്
ഭയങ്കര ആദ്യം എനിക്ക് ആരും ഇല്ലാതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും വേണം, അയൽപക്കക്കാരോട് സംസാരിക്കും. ഇപ്പൊ അയൽപക്കക്കാർ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല. ആരാ വരുന്നേ, ആരാ ഉള്ളത് ഒന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ കൊക്കൂണിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ. അതാണ് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാ ഇത് എന്താണ് ഞാൻ ക്രിയായ എന്താ ചെയ്യുന്ന വെച്ചാൽ അത് തുടരുക. ഞാൻ മെഡിറ്റേഷൻ മാത്രമേ സാർ ഞാൻ ചെയ്യുന്നുള്ളൂ. മതി, നിങ്ങൾക്ക് അതിൽ നിന്ന്. അപ്പൊ ഈ മെഡിറ്റേഷൻ അല്ല സാർ, ഈ മെഡിറ്റേഷൻ ശരിയാണോ ഞാൻ ചെയ്യുന്നത്? എനിക്ക് അതെല്ലാം ഡൗട്ട് ഉണ്ട്. ഡൗട്ട് വേണ്ട, ആശങ്ക വേണ്ട. നിങ്ങളിൽ ഇത്രയും സിദ്ധി വിളങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ സാധാരണ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ മെഡിറ്റേഷനിൽ തുടങ്ങണ്ടെന്ന് പറയും. നിങ്ങൾ അതിന്റെ അപ്പുറത്ത് അതിന്റെ താഴെ പ്രാണായാമം, ആസനം പ്രാണായാമത്തിൽ തുടങ്ങാൻ പറയും. പക്ഷെ എല്ലാവർക്കും അത് ബാധകമല്ല. ചില ആളുകൾ എനിക്ക് അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുന്നാണല്ലോ. അതെ, അത് നിങ്ങൾ ആൾറെഡി ആ ഒരു സ്റ്റേജിൽ ആണ്. ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുഞ്ഞിലേ മെഡിറ്റേഷൻ അറിയാതെ മെഡിറ്റേഷൻ കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന ആളായിരുന്നു. ആ ഒരു സംഗതി ഉണ്ടായിരുന്നു എനിക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഇതാ. പക്ഷെ എനിക്ക് തോന്നുന്നു സാർ, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു ഈ കാലത്തിൽ. 39 വയസ്സ് വരെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാരോടും ദേഷ്യം, ആരെയും ഇങ്ങനെ ഇഷ്ടമാണോന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ഭയങ്കര സ്നേഹം, പക്ഷെ ഇത് കാണിക്കാനൊന്നും അറിയില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു ക്യാരക്ടറിന്റെ ഉടമയായിരുന്നു ഞാൻ. ഈ ഡിസ്റ്റർബൻസ് ആണ് നമ്മളെ അന്വേഷണത്തിലേക്ക് നയിക്കുക. ഇന്നലെയും ഇന്നും ഞാൻ എന്റെ സ്റ്റാറ്റസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു അമേരിക്കയിലത്തെ ഒരു യൂട്യൂബർക്ക്. അത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ സ്റ്റാറ്റസിലാണ്. അതില് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകണം. ഈ ദുരിതങ്ങളിൽ നിന്നാണ് നമ്മൾ അന്വേഷണം തുടങ്ങുന്നത്. നിങ്ങൾ വളരെ സൗഖ്യത്തിലാണെങ്കിൽ നിങ്ങൾ ആ സൗഖ്യത്തിൽ, ആ മൂഢതയിൽ തന്നെ ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ അസ്വാസ്ഥ്യത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ് പിന്നെ നമ്മൾ അന്വേഷണം തുടങ്ങുന്നത്. അന്വേഷണം ഇപ്പൊ എനിക്ക് അതിനുശേഷം ഞാൻ കണ്ടെത്തി, എനിക്ക് മെഡിറ്റേഷൻ കണ്ടെത്തിയപ്പോ എനിക്ക് ആശ്വാസം കിട്ടി തുടങ്ങി. ഓക്കെ, ഇതാണ് ഞാൻ തേടുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷേ അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാ, എനിക്ക് ഇത് മതിയോ, എനിക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, എനിക്ക് ഇനിയും അറിയണം. എനിക്ക് ആക്രാന്തം, സത്യം പറഞ്ഞ എനിക്കൊരു ആക്രാന്തത്തിന്റെ അവസ്ഥയല്ല. ആക്രാന്തം നമ്മൾ ആ ചെയ്യുന്ന ക്രിയയിൽ അർപ്പിക്കുക, അതിൽ കാണിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സാധനം കിട്ടി ആൾറെഡി, അത് നിങ്ങളെ രക്തത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് പിടിക്കും, അത് വർക്കൗട്ട് ആവും. പിന്നെ നിങ്ങളപ്പോ വേറെ ക്രിയകൾക്കൊന്നും പോകരുത്. ഞാൻ അതാണ്. അല്ല സാർ, സാറ് പ്രാണായാമത്തിനെയൊക്കെ പറ്റി പറയുന്നുണ്ടല്ലോ. പ്രാണായാമം ചെയ്യുമ്പോഴാണ് നമ്മുടെ അത് എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ പറയുന്ന ഓരോ കാര്യവും ജനറൽ ആയിട്ടുള്ള കാര്യമല്ല. ഓരോ വിഭാഗത്തിൽ ഞാൻ ഇപ്പൊ ഒരിക്കൽ പറയും, പിന്നെ നിങ്ങൾ പ്രാണായാമത്തിൽ തുടങ്ങണം എന്ന് പറയും. അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കാണ്, മനസ്സിലായില്ലേ? ആ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. ചിലർക്ക് മെഡിറ്റേഷനിൽ സിദ്ധിയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയ ആളോട് ഞാൻ പറയും, നിങ്ങൾ അത് തുടർന്നാൽ മതി എന്ന്. അത് അവർക്ക് മാത്രം ഇതില് അങ്ങനെ മെഡിറ്റേഷനിൽ ഇപ്പൊ എനിക്ക് ഇന്നലെ ആ സാറ് പറഞ്ഞ പോലെ എനിക്കിപ്പോ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കാഴ്ചകൾ കാണുമായിരുന്നു. ഞാൻ പറഞ്ഞ ഓങ്കാരത്തിനെ പറ്റി പറഞ്ഞു തന്നു. പിന്നെ എനിക്കിങ്ങനെ ഈ നെറ്റിയുടെ നടുവില് ഒരു വൈബ്രേഷൻ ഒക്കെ ഒരു ദിവസം വന്നു. അത് എപ്പോഴാന്ന് വെച്ചാൽ 1 വർഷമൊക്കെ ആയി കാണും. അതിന് ശേഷം അത് വന്നിട്ടില്ല. എനിക്ക് ഓങ്കാരത്തിനെ പറ്റി പറഞ്ഞു തന്നത് പിന്നെ എനിക്ക് അതേ പറ്റി ഒന്നും പറഞ്ഞു തരുന്നില്ല. എനിക്കൊന്നും അറിയുന്നില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായില്ലായിരുന്നു. അങ്ങനെ മേത്ത് വന്ന് ഒരു തുള്ളി വീഴും, ചിലപ്പോൾ എന്റെ ഷോൾഡറിൽ വന്ന് ഒരു തുള്ളി വീഴും. തുള്ളി വീഴുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിന്റെ ഒരു തുള്ളി വീണാൽ നമുക്ക് ഒരു സൗണ്ട് കേൾക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കും. അപ്പൊ എനിക്കറിയാം. അപ്പൊ എനിക്കറിയാം കുറച്ചൊക്കെ മെഡിറ്റേഷനിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ